ഇന്ന് അമ്മൂമ്മയുടെ കൂടെ ഓണ ഷോപ്പിങ്ങിന് പോവാണ് നന്ദുക്കുട്ടൻ. തൃപ്പൂണിത്തുറയിലാണ് പോണത്. ആദ്യം തന്നെ അമ്മൂമ്മ ഒരു തുണിക്കടയിലാണ് ഷോപ്പിംഗ് കയറിയത്. പക്ഷെ നന്ദുക്കുട്ടനും ബോറടിച്ചു. അപ്പോഴാണ് ഞങ്ങൾ കടയുടെ ഓപ്പോസിറ്റുള്ള ഒരു ചൈനീസ് സ്റ്റോർ കണ്ടത്. അപ്പോഴേക്കും ഞാനും നന്ദുക്കുട്ടനും കൂടി അവിടെ കയറി. അവിടെ കുറേ കാറുകളും ടോയ്സും ഡോളുകളും പിന്നെ കുറേ പാത്രങ്ങളും ചെരുപ്പുകളും ബാഗ് അങ്ങനെ കുറേ സാധനങ്ങളുള്ളൊരു സ്റ്റോറായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അതുവഴിയേക്ക് നടന്നു. പിന്നെ നന്ദുക്കുട്ടൻ പയ്യെ ബഹളമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു കാറൊക്കെ എടുത്ത് താഴെയിട്ടു. അപ്പോൾ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. അത്തച്ചമയം കഴിഞ്ഞതോടുകൂടി തൃപ്പൂണിത്തുറ ഫുൾ ഓണം മൂഡിലേക്ക് കയറി. ഫുൾ തിരക്കാണ്. ആൾക്കാർ ഷോപ്പിങ്ങിനും പിന്നെ അവിടെ ഹോളിൽ പരിപാടികളൊക്കെ ആയിട്ട്. വീട്ടിൽ നിന്ന് പോന്നപ്പോഴേ നന്ദുക്കുട്ടൻ ഒരു തോക്കൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ പോണ വഴിക്ക് ഒരു കടയിൽ കണ്ണടക്കി. പിന്നെ അവിടെ നിന്നൊരു കാറൊക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നെ അടുത്ത ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ പോയത്. കാറ് വാങ്ങിച്ചുകൊണ്ട് അടുത്ത കടയിൽ അമ്മമ്മ കയറിയപ്പോൾ നന്ദുക്കുട്ടൻ ബഹളമൊന്നും ഉണ്ടാക്കില്ല. കാറ് വെച്ച് കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വഴി കൂടെ ആൾക്കാരെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. തിരക്ക് വന്നുകൊണ്ടിരിക്കുവാണ് സന്ധ്യ ആവും തോറും. അമ്മമ്മയുടെ ഷോപ്പിംഗ് ആണെങ്കിൽ കുറേ നേരമായിട്ടും കഴിയാനുണ്ടായിരുന്നില്ല. നന്ദുക്കുട്ടനാണെങ്കിൽ ബോറടിച്ച് തുടങ്ങി. വാങ്ങിച്ച കാറിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയി. പിന്നെ നന്ദുക്കുട്ടൻ ടയേർഡ് ആയപ്പോഴേക്കും ഞങ്ങൾ പയ്യെ ഷോപ്പിംഗ് ഒക്കെ വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി. നന്ദുക്കുട്ടന് പിസ വന്നു. നന്ദുക്കുട്ടന് പിസ വന്നു. ആരാ പിസ കൊണ്ടുവന്ന് തരാൻ വന്നത്? ഒരു മാമനാ വരിക കേട്ടോ. അമ്മമ്മ പിസ പറയാ ചേച്ചി അറിയിക്കുണ്ടോ? ആ ചൂടാണ്. പിസ ചൂടാണ്. ആ പിസ തുറക്കാം കേട്ടോ. ചൂടരുത് പിസി. നന്ദുക്കുട്ടനൊരു പിസ വന്നിട്ടുണ്ട്. അടിപൊളി പിസ വന്നിട്ടുണ്ട്. ഇത് അച്ഛയുടെ പിസ. ഇത് അച്ഛയുടെ മാറ്റി വയ്ക്കാം. ഇതാ നമ്മുടെ പിസ, നന്ദുക്കുട്ടന്റെ പിസ. എന്താ എടുത്തോളൂ, നന്ദുക്കുട്ടൻ എടുത്തോളൂ. ചീസ് നന്ദുക്കുട്ടൻ്റെ പിസയുടെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിലൊരു പുളിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ പിസയുടെ ക്രസ്റ്റ് കഴിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതും കഴിച്ചില്ല. കാരണം ഞാൻ വെച്ച് കൊടുത്ത പീസ് കുറച്ച് പുളിയായിപ്പോയി. അതിൻ്റെ ആ സോസും കൂടി അതിൽ വന്നു. ചെറിയ എടുത്തരാം. ഇത് കഴിച്ചു നോക്ക്. നന്ദുക്കുട്ടൻ കഴിച്ചില്ല.